ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്രോണൗൺസും ഒബ്ജക്റ്റ് പ്രോണൗൺസുമാണ്. ഓക്കെ, ഒരുമിച്ച് പഠിക്കുക. നമ്മളിതിൻ്റെ മുന്നത്തെ 2 വീഡിയോകൾ സബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും വീഡിയോ ആയിരുന്നു അല്ലേ. അതിൽ ഈ സബ്ജക്റ്റിൻ്റെ വീഡിയോയിൽ സബ്ജക്റ്റ് പ്രോണൗൺസ് നമ്മൾ നോക്കിയിരുന്നു. അതേപോലെ ഒബ്ജക്റ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്രോണൗൺസ് നോക്കിയിരുന്നു. സബ്ജക്റ്റ് പ്രോണൗണും ഒബ്ജക്റ്റ് പ്രോണൗണും ഒരുമിച്ച് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവുകയും നമുക്ക് പെട്ടെന്ന് ആ സബ്ജക്റ്റ് പ്രോണൗണും ഒബ്ജക്റ്റ് പ്രോണൗണും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും പാടെ ഒരുമിച്ച് ഒറ്റ സ്ക്രീനിൽ നമുക്ക് പഠിക്കാം. അത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സബ്ജക്റ്റ് പ്രോണൗണും ഒബ്ജക്റ്റ് പ്രോണൗണും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നിരുന്നാൽ തന്നെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ബോർഡുമേൽ നോക്കൂ നിങ്ങൾ, സബ്ജക്റ്റ് പ്രോണൗണാണ് ആ റോസ് കളറിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. സബ്ജക്റ്റ് പ്രോണൗണാണ്. ഏതൊക്കെയാണ്? ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ. ഐ എന്ന സബ്ജക്റ്റ് പ്രോണൗണിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗൺ ഏതാണ്? മീ, എന്നെ. ഐ എന്നാൽ എന്താ അർത്ഥം? ഞാൻ. ഈ ഐൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗൺ എന്താണ്? മീ. മീൻ്റെ അർത്ഥം എന്താണ്? എന്നെ. യു എന്ന സബ്ജക്റ്റ് പ്രോണൗണിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗണും യു തന്നെയാണ് കേട്ടോ. യു എന്ന സബ്ജക്റ്റ് പ്രോണൗണിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗണും എന്താണ്? യു എന്ന് തന്നെയാണ്. യു എന്ന സബ്ജക്റ്റ് പ്രോണൗണിൻ്റെ അർത്ഥം എന്താണ്? നീ. ഒബ്ജക്റ്റ് പ്രോണൗണായ യുവിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ. അടുത്തത് ഹി. ഹി എന്നാൽ അവൻ എന്നാണ് അർത്ഥം. സബ്ജക്റ്റ് പ്രോണൗണായ ഹീൻ്റെ അർത്ഥം എന്താണ്? അവൻ. ഹീൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗൺ ഏതാണ്? ഹിം, അവനെ. ഹി എന്നാൽ അവൻ, ഹിം എന്നാലോ അവനെ. ഷീ എന്നാൽ അവൾ. അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗൺ ഏതാണ്? ഹർ, അവളെ. ഇറ്റ് എന്ന സബ്ജക്റ്റ് പ്രോണൗണിൻ്റെ അർത്ഥം എന്താണ്? ഇത്. അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗണും ഇറ്റ് തന്നെയാണ്. ഇതിനെ. ഇറ്റ്, ഇത്. ഒബ്ജക്റ്റ് പ്രോണൗണും ഇറ്റാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെ. വി, ഞങ്ങൾ. അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗൺ എന്താണ്? വിയുടെ ഒബ്ജക്റ്റ് പ്രോണൗൺ അസ്, ഞങ്ങളെ. വി എന്നാൽ ഞങ്ങളാണ്. അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗൺ എന്താണ്? അസ്, ഞങ്ങളെ. ദേ എന്നാൽ അവർ അല്ലേ. സബ്ജക്റ്റ് പ്രോണൗണായ ദേൻ്റെ അർത്ഥം എന്താണ്? അവർ. അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗൺ ഏതാണ്? ദം. ദം പറഞ്ഞാൽ അവരെ. ദേ അവർ, ദം അവരെ. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് പ്രോണൗണും ഒബ്ജക്റ്റ് പ്രോണൗണും മനസ്സിലായില്ലേ. ഐ എന്ന സബ്ജക്റ്റ് പ്രോണൗണിൻ്റെ ഒബ്ജക്റ്റ് പ്രോണൗൺ ഏതാണ്? മീ. യുവിൻ്റെതോ യു തന്നെയാണ്. ഹീൻ്റെതോ ഹിം. ഹീ അവൻ, ഹിം അവനെ. ഷീ അവൾ, ഹർ അവളെ. ഇറ്റ് ഇത്, ഇറ്റ് ഇതിനെ. വി ഞങ്ങൾ, അസ് ഞങ്ങളെ. ദേ അവർ, ദം അവരെ. ഇത് രണ്ടും പാടെ ഒരുമിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ ആ പെട്ടെന്ന് സബ്ജക്റ്റ് പ്രോണൗൺ ഒബ്ജക്റ്റ് പ്രോണൗൺ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെറിയൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.